IPL-ൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം രാത്രി 7:00 അഹമ്മദാബാദിലാണ് മത്സരം. അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. അനിൽ, വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അല്ലേ? അങ്ങനെ തന്നെയാണ്. ഗുജറാത്തിന് ഇന്നൊരു നിർണായക ദിനമാണ്. ഇന്ന് അവർക്ക് തോൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പ്ലേ ഓഫ് കാണാതെ പുറത്താവും. അതുകൊണ്ട് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്നത്, ഇല്ലെങ്കിൽ ജയം അനിവാര്യമായിരിക്കുന്നത് ഗുജറാത്ത് തന്നെയാണ്. അവരുടെ ആദ്യ സീസണിൽ തന്നെ ചാമ്പ്യന്മാരായ ടീമാണ്. തൊട്ടടുത്ത സീസണിൽ അവർ റണ്ണറപ്പുകളായി. ഈ രണ്ട് സീസണിലും അവർ കളിച്ച രണ്ട് സീസണിലും പ്ലേ ഓഫിലേക്ക് മുന്നേറുന്ന ആദ്യ ടീമായിരുന്നു അവർ. അങ്ങനെ വളരെ ഒരു കരുത്തുറ്റ ടീം. ഒരുപക്ഷെ ഹാർദിക് പാണ്ഡ്യയുടെ ടീമാറ്റത്തോടുകൂടി ടീമിൻ്റെ ഒരു ആ സ്ട്രക്ചർ തന്നെ പൊളിയുകയും ഒരുപക്ഷെ ഇത്തവണ പ്ലേ ഓഫിൽ കടക്കാൻ ഒരു പെടാപ്പാട് പെടുന്ന ഗുജറാത്തിനെയാണ് നമ്മൾ കാണുന്നത്. ഇന്നെന്തായാലും അവർക്ക് ജയം അനിവാര്യമായിരിക്കുകയാണ്. ഇനി രണ്ട് മത്സരങ്ങൾ കൂടിയാണ് അവർക്ക് ശേഷിക്കുന്നത്. നിലവിൽ 10 പോയിന്റുമായി പോയിന്റ് ടേബിൾ 8ാം സ്ഥാനത്താണ് അവർ. ഇനിയുള്ള രണ്ട് മത്സരങ്ങൾ ജയിച്ചാൽ പോലും ഒരുപക്ഷെ ഗുജറാത്തിൻ്റെ സാധ്യതകൾ മറ്റു ടീമുകളുടെ മത്സരഫലങ്ങളെ കൂടി ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. എന്നാൽ തങ്ങളുടെ ഭാഗം ചെയ്യാൻ വേണ്ടി ഇന്ന് ഗുജറാത്ത് രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈക്കെതിരായ ഒരു 35 റൺസിൻ്റെ തകർപ്പൻ ജയം, അതും ബാറ്റർമാർ ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്ത് ഓപ്പണർമാരായ സാജിദ് സുദർശനും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടിയാണ് ആ മത്സരത്തിൽ ഗുജറാത്തിനെ ഒരു കൂറ്റൻ സ്കോറിലെത്തിച്ചത്. അത്തരമൊരു പ്രകടനം ഇന്ന് കൊൽക്കത്തയ്ക്കെതിരെയും ആവർത്തിക്കാനായാൽ അവർക്ക് സാധ്യതകളുണ്ട്. എതിരാളികളായ കൊൽക്കത്ത ചില്ലറക്കാരല്ല. കാരണം പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്താണ്. പ്ലേ ഓഫിലേക്ക് കടന്ന ആദ്യ ടീമാണ്. ഇത്തവണ 12ൽ 9 മത്സരങ്ങളും ജയിച്ച് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് കൊൽക്കത്ത. അതുകൊണ്ട് അവർക്ക് വലിയ ആശങ്കകളില്ലാതെ കളിക്കുന്നു. ഇനി അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ടോപ്പ് 2 ഫിനിഷിലൂടെ ആദ്യ ക്വാളിഫയറിന് യോഗ്യത നേടുക എന്നുള്ള ആ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടിയായിരിക്കും കൊൽക്കത്ത ഇറങ്ങുന്നത്. അവരുടെയും ഏറ്റവും കരുത്തെന്ന് പറയുന്ന ഒരു വെസ്റ്റ് ഇൻഡീസിയൻ കരുത്തിലാണ്. അതാണ് അവരുടെ ഇന്ധനം എന്ന് പറയുന്നത്. സുനിൽ നരേൻ്റെയും ആന്ദ്രേ റസലിൻ്റെയും ഓൾറൗണ്ട് മികവ്, ഒപ്പം തന്നെ ഇന്ത്യൻ യുവതാരങ്ങളായ ഹർഷിത് റാണയും വരുൺ ചക്രവർത്തിയും ഇത്തവണ ഈ സീസണിൽ മികച്ച രീതിയിൽ പന്തെറിയുന്നു. അതൊക്കെ കൂടിയാകുമ്പോൾ കൊൽക്കത്തയെ അവരെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ടീമാക്കുന്നു. എന്തായാലും ഒരു ഉഗ്രൻ മത്സരം തന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. ജീവൻ മരണ പോരിനിറങ്ങുന്ന ഗുജറാത്തും പോയിന്റ് ടേബിളിലെ 1ാം സ്ഥാനം നിലനിർത്താൻ ഇറങ്ങുന്ന കൊൽക്കത്തയും മുഖാമുഖം വരുമ്പോൾ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നമുക്കൊരു ഉശിരൻ പോരാട്ടം തന്നെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രിസ്റ്റീന, സ്മിത. ശരി, എന്തായാലും അത്തരത്തിലൊരു നല്ല പോരാട്ടം നടക്കട്ടെ. അനിലിൻ്റെ ഒരു പ്രത്യേകത, അനിൽ എന്തും ചിരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ? അതെ, താങ്ക് യു. പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അതല്ലേ? അതെല്ലാവർക്കും സാധിച്ചു എന്ന് വരില്ല.